ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി സ്പെഷ്യലായിട്ടുള്ളൊരു പത്തിരി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കനും അതുപോലെ തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പത്തിരി നമ്മൾ തയ്യാറാക്കുന്നത്. കഴിക്കാൻ നല്ല രുചിയായിരിക്കുള്ളൂ ഈ പത്തിരി. നമ്മളിത് അരി അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ് ബിരിയാണി അരിയാണ് എടുക്കുന്നത്. ചെറിയ അരിയാണ് എടുത്തിരിക്കുന്നത്. ബിരിയാണി വെക്കുന്ന ഏത് അരിയും ഇതിലേക്ക് എടുക്കുക. പച്ചരി എടുക്കണമെന്നില്ല. പച്ചരി ആകുമ്പോൾ കുറച്ചും കൂടെ ബലമായിട്ട് വരും ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ. ഇതുപോലത്തെ അരിയാണ് കൂടുതലും നല്ലത് ബിരിയാണി ഉണ്ടാക്കുന്ന അരി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 മണിക്കൂർ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാൻ വെക്കാം. ബിരിയാണിയുടെ അരി ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്കിത് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇത് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ തയ്യാറാക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 kg ചിക്കനാണ് ഇതിന് വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് ബോൺലെസ് ചിക്കനാണ്, എല്ലില്ലാത്ത ചിക്കനാണ് ഇതിലേക്ക് വേണ്ടത്. നമ്മൾ ഈ കട്ട്ലറ്റിനും മറ്റുള്ള പോളക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ മസാല തന്നെയാണ്. അതുപോലെ ഞാനിപ്പോൾ ചിക്കൻ്റെ കുറച്ച് എല്ല് കുറഞ്ഞ ഭാഗങ്ങൾ എടുത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും. ഇത് അല്പം വെള്ളം ഒഴിച്ചാൽ മതി ഇതിലേക്ക് കേട്ടോ. അത് കോഴി വെന്ത് വരുമ്പോൾ പെട്ടെന്ന് വെള്ളമാവുമല്ലോ. അപ്പോൾ വേവിക്കണം നിർബന്ധമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഇത് വേവിച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇളക്കിയെടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ചിക്കൻ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ വെന്ത് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വരുമ്പോഴത്തേന് ഇത് ഫ്രൈ ആയി വരും. ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വരുന്ന ഈ എണ്ണയിൽ നമുക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതുപോലുള്ള മസാലയാണ് നമ്മൾ ചട്ടിപ്പത്തിരിയും അതുപോലെ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാറില്ലേ, അത് സെയിം മെത്തേഡ് തന്നെയാണ്. ഇതെല്ലാം വഴന്ന് വന്നതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗരം മസാല പൊടി 1/2 ടീസ്പൂൺ. അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കുക പച്ചമണം മാറുന്ന വരെ. ഇതിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ലോണം തന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഇതിലേക്ക് നല്ലതായിരിക്കുള്ളൂ നമ്മൾ കഴിക്കുമ്പോൾ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴത്തേനും നമ്മൾ മസാല റെഡിയായി കിട്ടും. ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ടതാണല്ലോ. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൂടെ വറുത്ത് ചേർക്കാനുണ്ട്. ശരിക്കും ഇത് ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കാൻ വിട്ടുപോയതാട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് തന്നെ അത് വറുത്ത് ഇതിലേക്ക് ഇടുകയാണ്. ഇതിന് പകരം നമുക്ക് ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒന്ന് ഉള്ളി വഴന്നു വരുമ്പോൾ മസാലയൊക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ സമയത്ത് ഈ തേങ്ങ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഇറച്ചിട്ടാൽ മതി. ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ തേങ്ങ ചേർക്കുമ്പോൾ ഈ പത്തിരി കഴിക്കാൻ നല്ല രുചിയായിരിക്കുള്ളൂ. പിന്നെ നമുക്ക് അരി കുതിർന്ന് വന്നത് നമ്മൾ ഇതിലേക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ അരി അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അതിൽ 1.5 കപ്പ് തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു വലിയ തേങ്ങയാണ്, ഒരു പകുതി മുറിയുടെ തേങ്ങ മതിയാവും. അപ്പോൾ അത് എടുത്തിട്ട് അല്പം ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം. കുറച്ച് തിക്കായി തന്നെ അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് മിക്സാക്കി എടുത്താൽ മതി. മാവ് അരക്കുമ്പോൾ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ബാക്കിയുള്ള അരിയും ഇതുപോലെ നമുക്ക് അല്പം ഉപ്പും തേങ്ങാപ്പാലും ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ 2-3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല പത്തിരിക്ക് ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ആകെ ചേർത്തിരിക്കുന്നത്. മാവെല്ലാം നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട ഏലക്കയുടെ ഒരു തൊലിയാണ് അത് ജസ്റ്റ് ഇങ്ങനെ കാണുന്നത് കടയുന്നത് പോലെ. അപ്പോൾ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി ഏലക്കയുടെ. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിലെടുക്കുക. അധികം ലൂസായിട്ട് വേണ്ട. അപ്പോൾ നമ്മളിങ്ങനെ അരി ദോശയൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു പാകത്തിൽ കലക്കിയെടുക്കുക. ഇനി നമുക്കിത് ഓരോന്നും ഒരു ചട്ടി വെച്ച് ചുട്ടെടുക്കാം. ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് ചുടുന്നതാണ് കൂടുതൽ നല്ലത്. ശരിക്കും ഇത് എണ്ണ വരട്ടി ചുടേണ്ട ഒരു പത്തിരിയാണ്. നല്ലോണം മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ദോശ പോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കി വെച്ച ഈ ചിക്കൻ കൂട്ട് പരത്തി വെച്ച് കൊടുക്കണം. അത് ഫുള്ളായിട്ട് സ്പ്രെഡാക്കി വെക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ, ഈ ചിക്കൻ കൂട്ടിൻ്റെ മേലെ ഒരു തവി മാവും കൂടെ ഒഴിച്ച് ഈ ഒരു ഇത് മറയുന്ന വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സൈഡിലേക്ക് അധികം കൊണ്ടുപോകണ്ട. അപ്പോൾ അങ്ങനെ ഒലിച്ച് വരും. ഇത് സെൻറ്ററിലായിട്ട് വെക്കാൻ നോക്കണം ഈ ഒരു ചിക്കൻ്റെ കൂട്ട്.
അപ്പോൾ അതിൻ്റെ മേലെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് 2 സൈഡിലും അതുപോലെ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കോഴി പൊരിച്ച് ചേർത്ത തേങ്ങാപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ശരിക്കും ഇത് നമ്മൾ ഒരു കിണ്ണത്തിലൊഴിച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഈ ഒരു സെയിം മെത്തേഡ് തന്നെ കേട്ടോ. അതിന് പകരമാണ് നമ്മളിതുപോലെ ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ കിണ്ണത്തിലാണെങ്കിൽ ഇതുപോലെ ഒരു ലെയറിൽ മാവ് ഒഴിച്ച് പിന്നെ അതിൻ്റെ മേലെ ചിക്കൻ വെച്ച് പിന്നെ അങ്ങനെ 3-4 ലെയറാക്കിയിട്ട് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാറില്ലേ. അത് സെയിം തന്നെ നമ്മൾ ചട്ടിയിൽ വെച്ച് ചുട്ടെടുക്കുന്നേ ഉള്ളൂ. ഇത് ശരിക്കും കാസർഗോഡ് കണ്ണൂരത്തെ ഒരു സ്റ്റൈല് പത്തിരിയാണ്. അവരാണ് അധികം ഇങ്ങനെ തേങ്ങ അരച്ചിട്ടാണല്ലോ അവിടെയൊക്കെ പത്തിരി ഉണ്ടാക്കുന്നത്. കഴിക്കാൻ നല്ല രുചിയായിരിക്കുള്ളൂ. പുതിയാപ്പിള സൽക്കാരത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു പത്തിരിയാണിത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്ന റെസിപ്പിയാണ് കേട്ടോ. പക്ഷെ നമുക്കിത് എപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാം. കഴിക്കാൻ നല്ല രുചിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റായി തോന്നുന്നുണ്ട്. ഇപ്പോൾ ബിരിയാണി അരിയിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചുണ്ടാക്കുന്ന പത്തിരി അല്ലേ, അതിലേക്ക് ചിക്കൻ തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് വരുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ എല്ലാം ഞാനിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ നമുക്കറിയാം അത്യാവശ്യം നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ കൂടുതൽ കറിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് അറിയിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.